ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചനം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 2 വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നും, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനായ ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ. ആ സദൃശ്യവാക്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം, മനുഷ്യൻ്റെ വഴിയൊക്കെയും ആ മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നമ്മുടെ വഴി നമുക്ക് ചൊവ്വായി തോന്നും, നല്ലതെന്ന് തോന്നുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കുന്നു, അല്ലെങ്കിൽ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ശോധന ചെയ്ത് അതറിയുന്നു. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികളൊക്കെയും നമ്മൾ അറിയുന്നു. നമ്മുടെ പ്രവൃത്തിയുടെ ഉദ്ദേശമോ ദൈവം വ്യക്തമായി കാണുന്നു. മറ്റാരും നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം പുറമേ നിൽക്കുന്ന മനുഷ്യനെ കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഹൃദയത്തിനകത്താണ് എൻ്റെ താല്പര്യങ്ങളിരിക്കുന്നത്, എൻ്റെ ഉദ്ദേശം ഇരിക്കുന്നത്. പക്ഷേ എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, മനുഷ്യൻ്റെ താല്പര്യം, മനുഷ്യൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുന്നു എങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് അറിയുന്നൊരു ദൈവമുണ്ടെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഒരു ഡോക്ടറായി പഠിക്കാൻ കടന്നുപോയൊരു കുഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ വലിയൊരു സമ്മേളനം ഒരുക്കി. ആ നാട്ടിലെ ആദ്യത്തെ MBBSകാരനായ ഡോക്ടർ അപ്പനും അമ്മയ്ക്കും ബന്ധുമിത്രാദികൾക്കും വലിയ സന്തോഷമായി. കാരണം ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ഡോക്ടർ, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആദ്യത്തെ ഡോക്ടർ, ഒരു ഭയങ്കര സന്തോഷമായി. പക്ഷേ ഒരു സമ്മേളനം ഒരുക്കി. ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥികളെയൊക്കെ വിളിച്ചു. ആ നാട്ടിലെ എല്ലാ ജനവും കൂടി വന്നു. ആഫ്രിക്കയിൽ വളരെ പാവപ്പെട്ട ഒരു രാജ്യം. ആ നാട്ടിൽ, ആ സദസ്സിൽ വച്ച് എല്ലാവരും നല്ല വാക്കുകൾ പറഞ്ഞു. അപ്പനെ, അമ്മയെ, മകനെയൊക്കെ അനുമോദിച്ചു പറഞ്ഞു. സന്തോഷമായി, എല്ലാവർക്കും നല്ല സന്തോഷമായി. അവസാനം മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് മുഖ്യ അതിഥി ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഈ ദിവസം എന്തുകൊണ്ടാണ് മകൻ്റെ മുഖം മാത്രം മ്ലാനമായിരിക്കുന്നത്? ആ മകൻ ഇങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം ഡോക്ടറാകുക എന്നുള്ളതായിരുന്നില്ല. എൻ്റെ ഇഷ്ടം സാധിക്കാത്തിടത്തോളം എൻ്റെ മുഖം എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. നോക്കൂ, അത് ലോകപ്രകാരം ഒരു കാര്യം. നമ്മൾ ഇന്ന് ഒരുക്കി വയ്ക്കുന്ന എല്ലാ മഹാസമ്മേളനങ്ങളിലും ദൈവം നമ്മെ നോക്കിയിട്ട് പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കും, ഇതൊന്നും എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല. മനുഷ്യൻ്റെ പേരെടുക്കാൻ ഒരുക്കിക്കൂട്ടുന്ന നമ്മുടെ സംഘടനയുടെ വലിപ്പം കാണിക്കാൻ, നമ്മുടെ സഭയുടെ വലിപ്പം കാണിക്കാൻ നമ്മൾ ഒരുക്കുന്ന പ്ലാനുകൾ. ഇവിടെ ആരാണ് പ്രിയരെ ദൈവ ഇഷ്ടത്തിന് വില കൊടുക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കുവാൻ തയ്യാറാകണം. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ വെളിപ്പെടുത്തി തൻ്റെ യഹൂദന്മാരായ തൻ്റെ ജാതിക്കാരോട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോകുവീൻ. ഇത് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ? ആ വിളി, ദൈവത്തിൻ്റെ വചനം തൻ്റെ കരങ്ങളിൽ കിട്ടിയ ജാതി, ഇവൻ എൻ്റെ ആദ്യജാതനെന്ന് ദൈവം അഭിസംബോധന ചെയ്ത ജാതി, പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള, യാഗമുള്ള ഒരു വിശേഷ ജാതി, ഒരു ശ്രേഷ്ഠ ജാതി. ആ ജാതിയാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിക്കുന്നത്. നമ്മളെ നോക്കി ദൈവം അങ്ങനെ വിളിച്ചാൽ നമുക്ക് പ്രയാസമുണ്ടാകില്ലേ? പക്ഷേ ഇന്ന് പകൽക്കാലം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ നടുവിലും പള്ളികളിൽ ധാരാളം നന്മകൾ കൊടുക്കുന്നവർ, എന്താണ് അതിൻ്റെ ഉദ്ദേശം?
മഹായോഗങ്ങൾ നടത്തുന്നവർ, ഇവിടെയൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എന്തൊക്കെയോ ചെയ്തു കൂട്ടി, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നുള്ള അനുഭവത്തിൽ നിന്ന് മാറി ഒരു വ്യക്തി മാനസാന്തരപ്പെടുവാൻ, ഒരു വ്യക്തി അഭിഷേകം പ്രാപിക്കുവാൻ പോലും കഴിയാത്ത ലക്ഷങ്ങൾ മുടക്കിയുള്ള ഈ മീറ്റിങ്ങുകളിൽ പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് സന്തോഷിക്കാത്തതുപോലെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുമെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരപ്പെടുത്തുകയാണ്. നമ്മുടെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. നമ്മുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമായിരിക്കണം. നമ്മുടെ ഉദ്ദേശങ്ങൾ ദൈവത്തിന് ഹിതമല്ലാത്തതും ദൈവത്തിന് നിരക്കാത്തതും ദൈവികമല്ലാത്തതുമാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം ആ പദ്ധതികൾക്കകത്തൊരിക്കലും ദൈവികമായ സാന്നിധ്യം കാണുവാൻ കഴിയത്തില്ല. നാം ഇന്ന് നമ്മുടെ സഭകൾക്കകത്ത് ചെയ്യുന്നതും നമ്മുടെ സഭയുടെ പേരിൽ ചെയ്യുന്നതും എല്ലാം, നമ്മുടെ കർത്താവിൻ്റെ പേരിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങളും എവ്രിതിങ്, അവിടെയെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം? ആ ഉദ്ദേശം ശുദ്ധമല്ല എങ്കിൽ ദൈവം അവിടെ കാണത്തില്ല. ഈ പ്രഭാതത്തിൽ നമ്മളെ നോക്കി പരിശുദ്ധാത്മാവ് പറയട്ടെ, മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ആ തിരുവചനത്തിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട്, കഴിഞ്ഞ നാളുകളിൽ ഇതുവരെ ജീവിച്ചിരുന്ന ഈ വർഷങ്ങളിലൊക്കെ എവിടെയൊക്കെ ഉദ്ദേശശുദ്ധി പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുവോ, ആ ദുഃഖങ്ങളുടെ നടുവിൽ അനുതാപത്തോടെ പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലേക്ക് വന്ന് സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ, ഇനിയുള്ള നാളുകൾ എൻ്റെ പ്രവൃത്തി